ഹലോ, ഒരുപാട് മനസ്സ് നിറഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ പരീക്ഷണം വളരെ നന്നായിട്ട് സക്സസ് ആയി. എല്ലാവരും സ്നേഹത്തോടു കൂടി സ്വീകരിച്ചു. ഒരുപാട് കമൻസ് ഞാൻ അതിൽ കണ്ടു. എന്താ പറയുന്നത്, ഭയങ്കര സന്തോഷം. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം ഉണ്ട്. ഞാനിപ്പോൾ പുറത്തേക്ക് പോകാൻ നിൽക്കുക. അപ്പം ഞാൻ അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളായിട്ട് നിങ്ങളോടൊന്നും കൂടി സംസാരിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ഒരുപാട് പിന്നെ എന്താ പറയുക, ഇത് കുറേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ആ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തതാണ്. അധികം എഡിറ്റിംഗ് ഒന്നും അതിൽ ചെയ്തിട്ടില്ല. കുറച്ചൊക്കെ ഇങ്ങനെ റിപ്പീറ്റേഷൻ വരുന്നൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട്. അപ്പം ഞാനതൊന്ന് കണ്ടു നോക്കിയപ്പോൾ അതിൽ നിറയെ എന്താ പറയുക ഇങ്ങനെ കുറേ കണ്ടു കേട്ടോ. അപ്പം എനിക്ക് അയ്യോ എന്നൊക്കെ തോന്നി. പക്ഷേ കുഴപ്പമില്ല അല്ലേ. അപ്പം ഞാൻ വീണ്ടും എല്ലാവരും മുഴുവൻ കണ്ടോ എന്ന് എനിക്കറിയില്ല. സ്കിപ്പ് ചെയ്തിട്ടാണോ കണ്ടേ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും കുറേ പേര് കണ്ടു. ഒരുപാട് പേരുടെ കമൻസ് ഉണ്ടായി. ഇയാൾ അഭിനയിക്കുകയല്ല, ശരിക്കും ജീവിക്കുകയാണ്, വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളുടെ അഭിനയം എന്ന് പറഞ്ഞുകൂടാ ഒരു കമൻറ്റാണ്. പിന്നെ ഒരു കമൻറ്റ് എനിക്ക് കുറച്ച് നെഗ് പോലെ വന്നിരുന്നു, വലിയ സംഭവമാണെന്ന വിചാരം എന്നുള്ളത്. അപ്പം ഞാനത് മെൻഷൻ ചെയ്തിരുന്നു. അപ്പം അത് മെൻഷൻ ചെയ്യുമ്പോൾ ഒരുപാട് പേര് എനിക്ക് വലിയ സംഭവം തന്നെയാണ്, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞു. അതെനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കരയായിരുന്നു കേട്ടോ. എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി കുറേ പേരുടെ കമൻസ് കണ്ടപ്പോഴേ. എന്താന്ന് വെച്ചാല്, ഈ ഒറ്റയ്ക്ക് ജീവിച്ച് കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ വിശ്വസിച്ച് ഒരു കാര്യങ്ങൾ പറയാനോ ഷെയർ ചെയ്യാനോ ആരും ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സംടൈംസ്. എത്രയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ചില സമയത്ത് നമുക്ക് ഒരു ഭയങ്കര വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എന്താ പറയാ, ഒന്ന് മനസ്സ് തുറന്ന് കാര്യങ്ങൾ ഭാരം ഇറക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ചായാൻ ഷോൾഡർ കിട്ടാൻ ഒക്കെ നമ്മൾ കുറെ ആഗ്രഹിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ എനിക്കും ഉണ്ട്. പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര ടെൻഷനും പേടിയൊക്കെയാണ്. കാരണം ഒന്നുമല്ല, കുറെ എക്സ്പീരിയൻസസ് ഒക്കെ അങ്ങനെയാണ്, കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ സ്നേഹിക്കാനും നമ്മളെ മനസ്സിലാക്കാനും ആരുമില്ല എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന ആളുകൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന എനിക്ക് ഒരുപാട് പേര് എൻ്റെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് സീരിയസ്ലി ഐ വാസ് ലൈക്ക് ക്രൈയിങ്. എൻ്റെ കണ്ണ് നിറഞ്ഞു. എന്താ പറയുക, എല്ലാം എനിക്ക് എൻ്റെ അമ്മയുടെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അമ്മ ഉണ്ടായിരുന്നപ്പോൾ അമ്മ ഇപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും, നീ എവിടെയാ, എന്താ ചെയ്യണേ, എന്താ പരിപാടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വിഷമമുണ്ടോ. എൻ്റെ സൗണ്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഫോൺ കോൾസ്, അമ്മയുടെ മിസ്ഡ് കോൾസ് ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ ടെൻഷൻ, അയ്യോ അമ്മയുടെ ഇത്രയും മിസ്ഡ് കോൾസ്, അയ്യോ ഇനിയിപ്പോൾ വിളിച്ച ചീത്ത വെക്കോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പം അമ്മ പോയ ശേഷം ഞാൻ കംപ്ലീറ്റ്ലി ഭയങ്കര ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം വീണ്ടും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഹൃദയം നിറയാന്നൊക്കെ പറയില്ലേ, ക്രിഞ്ച് എന്നൊക്കെ ചിലപ്പോൾ ഇനി ആരെങ്കിലും പറയുമായിരിക്കും. സാരില്ല, പക്ഷെ എന്താ ചെയ്യുക, ലൈഫ് സംടൈംസ് കുറച്ച് ക്രിഞ്ചാണ് അല്ലേ. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എവിടേക്കോ ഒരു ലക്ഷ്മി നക്ഷത്രയുടെ കട്ടുണ്ട് എന്ന് പറഞ്ഞു. നല്ല ആക്ട്രസ്സാണ്. പിന്നെ സ്ഥിരം നമ്മുടെ കോമൺ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഭാര്യയും ഭർത്താവാന്ന് വിചാരിച്ചു. എനിക്ക് അഭിനയം ഇഷ്ടമാണ്. പിന്നെ ഒരു കമൻറ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ, എൻ്റെ കമൻറ്റ് വായിക്കുമ്പോൾ എൻ്റെ കമൻറ്റ് വായിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ആ കമൻറ്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചില്ല. ഞാൻ ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന തിരക്കിലായതുകൊണ്ട് ഒന്ന് റെഡി ആയിട്ട് വേഗം നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ സ്ക്രീൻഷോട്ട് ഒന്നും എടുത്ത് വെക്കാൻ പറ്റിയില്ല. നിങ്ങളുടെ ഫേസ് ഒക്കെ ബ്ലാക്ക് കളറിൽ മേക്ക് ഓവർ ചെയ്തൊരു വീഡിയോ കണ്ടിരുന്നു. ആ എപ്പിസോഡ് വന്നോ? ഇല്ല, ആ എപ്പിസോഡ് വന്നിട്ടില്ല കേട്ടോ. ഞാനും വെയിറ്റ് ചെയ്യാണ് ആ എപ്പിസോഡ് വരാൻ വേണ്ടിയിട്ട്.
എനിക്ക് എന്തായാലും നല്ല ഇഷ്ടാണ് മോളെ. താങ്ക് യു. കുറെ അമ്മ തുല്യമായവര് കമന്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അവരോടൊക്കെ ഒരുപാട് സ്നേഹം. അമ്മമാരോട് എനിക്ക് പ്രത്യേകിച്ചൊരു പ്രത്യേക സ്നേഹമാണ് കേട്ടോ. ഒരുപാട് പേര് വിഷമിക്കല്ലേ, ഒരുപാട് ഉയരങ്ങളിൽ എത്തും എന്ന് പറഞ്ഞിട്ട് ബ്ലെസ് ചെയ്തിട്ടുണ്ട്. അതിന് താങ്ക് യു സോ മച്ച്. ഞാൻ ഒരു വിധം കമന്റ്സിന് റിപ്ലൈ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പറ്റിയിട്ടില്ല, അത് ക്ഷമിക്കണം അതിന്. കാരണം അറിയാലോ, കുറെ ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. കുറേയൊക്കെ ശ്രമിച്ചിട്ടുണ്ട് റിപ്ലൈ കൊടുക്കാൻ. പക്ഷെ ഇങ്ങനെ ഓരോരോ ഓട്ടങ്ങളിലാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു കമന്റ് വന്നതാ, സൗണ്ട് നല്ല ക്ലിയർ ആണ്, നല്ല സൗണ്ടാണ് പറഞ്ഞിട്ട്. സൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പണ്ട് എൻ്റെ സൗണ്ട് തീരെ ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ അമ്മ പറയും, ഒന്ന് നീ കുറച്ചേരം മിണ്ടാണ്ടിരിക്കും, ഒരു 5 മിനിറ്റ് സ്വൈര്യം തരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വഴക്കൊരു അമ്മ തമാശയ്ക്ക് പറയുന്ന വഴക്കൊക്കെ പറയാറുണ്ട്. കാരണം അത്രയ്ക്ക് കലവിലായിരുന്നു ഞാൻ വീട്ടില്. അപ്പോ ഞാൻ എന്താ പറയാ, എൻ്റെ സൗണ്ടിന് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു, നല്ലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ വോയിസ് ആർട്ടിസ്റ്റ് ആയിട്ടോ. സൗണ്ട് ഇഷ്ടമില്ലാത്ത ഞാൻ, എൻ്റെ സൗണ്ട് ഇഷ്ടമില്ലാത്ത ഞാൻ പിന്നീട് ഞാൻ വോയിസ് ആർട്ടിസ്റ്റ് ആയി. ഒരു ഡബിങ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ കുറേ ഡബിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ സീരിയൽസ് ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് സിനിമ ഞാൻ ചെയ്തത് ഐ ആം ഗെയിം എന്ന് പറഞ്ഞിട്ട് ദുൽഖർ സൽമാന്റെ ഒരു സിനിമയാണ് വരാൻ പോകുന്നത്. അതില് ദുൽഖറിന്റെ നായികയായിട്ട് അഭിനയിച്ച കൈഡു ലോഹർ, നമ്മുടെ ചട്ടമ്പി പള്ളിച്ചട്ടമ്പി നമ്മുടെ പള്ളിച്ചട്ടമ്പി സിനിമയിലെ ടോവിനോയുടെ നായികയായിട്ട് അഭിനയിച്ച കൈഡു ലോഹറിന് ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഓഗസ്റ്റില് സിനിമ റിലീസാവും. ഇപ്പോഴേ ഞാൻ പറയാണ്, എല്ലാവരും ഓഗസ്റ്റില് സിനിമ റിലീസാവുമ്പോൾ പോയി കാണണം. എൻ്റെ വോയിസിനെ പ്രോത്സാഹിപ്പിക്കണം, സിനിമേനെയും പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ എൻ്റെ വോയിസിനെ പറ്റിയിട്ടുള്ള കഥ അതാണ്. പിന്നെ ഞാൻ ഡബ് ഡയറക്ടർ ആയിട്ടോ. ഡബ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല. അപ്പൊ അതിനെ പറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. യുവർ വോയിസ് ഇസ് വെരി ക്ലിയർ ആൻഡ് ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച്. ഷീബ എന്ന് പറഞ്ഞ ചേച്ചി ആണോ അറിയില്ല, ചേച്ചി എന്ന് അഭിസംബോധന ചെയ്യാണ്. ക്ഷമമോളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെ വന്ന് ഞങ്ങളെ കാണാൻ തോന്നിയല്ലോ. തനിക്ക് നല്ലൊരു ഭാവിയുണ്ട്, ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഞാൻ ഒരുപാട് മുമ്പ് ആഗ്രഹിച്ച ഒരു കാര്യമാണ് കേട്ടോ, യൂട്യൂബ് ചാനൽ, ഇതിങ്ങനെ വീഡിയോസ് ചെയ്യണം എന്നൊക്കെ. എന്നെ എന്തൊക്കെയോ കാര്യങ്ങളാണ് ഇങ്ങനെ പുറകോട്ട് വലിച്ച് ഇരുത്തിയത്. പക്ഷെ ഇപ്പോ എനിക്ക് ഒരു ധൈര്യമൊക്കെ വരാൻ തുടങ്ങി. ചെയ്യണം, വീഡിയോസ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെയാണ് ഞാനിപ്പോൾ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങുന്നത്. എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു, എൻ്റെ ഫേസ്, എൻ്റെ സൗണ്ട്, അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ കുറേയൊക്കെ ശരിയായി. ഞാൻ വീഡിയോസ് ഒക്കെ ധൈര്യപൂർവ്വം ചെയ്യാൻ തുടങ്ങി. സക്കീന മുഹമ്മദ് അലി എന്ന് പറഞ്ഞിട്ട് ഒരു ഇത്തയാണ്, താന്ന് പറയാണ്. ഞാൻ ആദ്യമായിട്ടാണ് മോളുവിന്റെ ചാനൽ കാണുന്നത്. ഉഫ്, നിന്റെ അഭിനയം കാണുമ്പോൾ ശരിക്കുള്ള പേര് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ജയറാമിനെയും ഒത്തിരി ഇഷ്ടമാണ്. കുട്ടിയുടെ ജീവിതകഥ കേട്ടപ്പോൾ വിഷമം തോന്നി. സങ്കടപ്പെടണ്ട, മോളുവിന്റെ പേര് ക്ഷമ എന്നല്ലേ, അതുപോലെ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. ഞാൻ ജീവിതകഥ പറഞ്ഞ് സെന്റ് അടിച്ചതൊന്നല്ല കേട്ടോ. കുറച്ച് കമന്റ്സ് ഒക്കെ അങ്ങനെ കണ്ടു. എന്താണ് ചേച്ചിയുടെ ലൈഫ്, അല്ലെങ്കിൽ ചേച്ചിയുടെ ഫാമിലി എന്താ, ചേച്ചിയുടെ ലൈഫ് സ്റ്റോറി എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ കമന്റ്സ് കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, നമ്മളൊരു കാര്യം, ഞാനിപ്പോ ഈ ചാനൽ തുടങ്ങി, അപ്പൊ അതില് എന്റെ കാര്യങ്ങൾ വരുമ്പോ എന്നെ പറ്റി അറിയണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ എന്താണ് എന്നൊരു ഇൻട്രൊഡക്ഷൻ തന്നതാണ്. അത് ഒരിക്കലും ഒരു സെന്റിമെന്റ്സ് ഒരു ഇതൊന്നല്ല. ഞാൻ വളരെ സത്യസന്ധമായിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. എന്താ എന്നെ പറ്റി അറിയാൻ, എന്നെ അറിയാൻ എന്നാണ് ഞാൻ ക്യാപ്ഷൻ കൊടുത്തത് തന്നെ. അപ്പൊ താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരുടെ സ്നേഹം ഉണ്ടല്ലോ, അതാണ് എൻ്റെ ഏറ്റവും വലിയ എനർജി. നല്ല ഒരു ഹസ്ബൻഡിനെ കിട്ടും, പക്ഷെ നല്ല ഒരു ഫ്രണ്ട് അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ജയറാമിനും ക്ഷമയ്ക്കും ഗുഡ് ലക്ക്. താങ്ക് യു. അലിയൻസിലെ രാഖിയുടെ അഭിനയം ഒരുപാട് ഇഷ്ടമായിരുന്നു. ക്ഷമയുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്, സന്തോഷം മാത്രം. രാഖീനെയൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾ പണ്ട് ചെയ്ത ക്യാരക്ടേഴ്സിനെയൊക്കെ ഇപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഇതില് ഒരു കമന്റ് ആണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ദുഷ്ട കഥാപാത്രം കാണുമ്പോൾ വെറുപ്പിക്കുന്നുണ്ടായിരുന്നു. അതിന് ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ട്. വേറെ ഒരു വഴിയുമില്ല. ദുഷ്ട കഥാപാത്രം വരുമ്പോ ചെയ്യുക തന്നെ പറ്റുള്ളൂ. കാരണം നമ്മൾ ആ പ്രോജക്റ്റിന്റെ ഒരു ഫോമാറ്റ് അതാണ്. പല തരത്തിലുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ ആവണം. അപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. എന്നെ വെറുക്കരുത്. നെഗറ്റീവ് പറയുന്നവരോട് പോവാൻ പറ എന്ന് പറഞ്ഞിട്ട്, മിനിമോൾ എന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ അല്ലേ. നമ്മളുടെ ജീവിതം എന്താണ്, നമ്മൾ എന്ത് അവസ്ഥയിൽ കൂടിയൊക്കെയാണ് കടന്നു വന്നത് എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ, ഓരോരുത്തർക്കും. എൻ്റെ സ്റ്റോറി എന്താന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ, ഞാൻ എന്ത് അവസ്ഥയിലായിരുന്നു എന്ന്. അപ്പോൾ നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ അല്ലേ. ശരിയാണ്, ഒരുപാട് പേര് സ്നേഹിക്കാനുണ്ടല്ലോ. ഞാൻ അതിൽ ഭയങ്കര സന്തോഷവതിയാണ്. ആ ഷക്കീല ഫിർദോസ് എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ ഓരോ കമന്റ് വായിക്കുമ്പോഴും ഭയങ്കര ആകാംക്ഷയായിരുന്നു, ഞാൻ എഴുതിയത് ക്ഷമ വായിക്കുമോ എന്ന്. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾ നമ്മൾ എഴുതിയത് വായിക്കുക പറയുമ്പോൾ വല്ലാത്ത സന്തോഷമല്ലേ. തീർച്ചയായിട്ടാണ്. പക്ഷെ എൻ്റെ വായിച്ചില്ല. അതേ ഇപ്പൊ വായിച്ചു. ഞാൻ സോറി, ഞാൻ അറിയില്ല, അത് വിട്ടുപോയതാവാം. സാരമില്ല കേട്ടോ. എന്നാലും നമ്മളോട് അടുത്തിരുന്ന് സംസാരിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. ജീവിത കഥകൾ കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞുപോയി. അമ്മയില്ലെങ്കിൽ പിന്നെ വല്ലാത്ത അവസ്ഥ തന്നെ. എല്ലാം മനസ്സിലാക്കി സ്നേഹിക്കുന്ന ഒരാൾ വരട്ടെ ജീവിതത്തിലേക്ക്, ഇണയായി പ്രാർത്ഥിക്കാം. ഐ ലവ് യു മുത്തെ, ഐ ലവ് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അമ്മയില്ലാത്തത് ഒരു ഭയങ്കര വലിയൊരു പ്രശ്നം തന്നെയാണ്. ഒന്നും പറയാനില്ല. ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ട് ഞാൻ നെക്സ്റ്റ് വായിക്കാം. അപ്പൊ ഈ ഒരു കമന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേ ഞാൻ വായിച്ചിരിക്കുന്നു. ഇഷ്ടപ്പെടാൻ കാരണം കമന്റ്സ് എന്റെ വായിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അതൊക്കെ എന്താ പറയാ, ഒരു തരം ഹാപ്പിനെസ് ആണത്. താങ്ക് യു സോ മച്ച്. അപ്പൊ അങ്ങനെ ഒരാള് ലൈഫിലേക്ക് വരട്ടെ, എല്ലാം പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി. അങ്ങനെ സ്കിപ്പ് ചെയ്യുന്നില്ല. എന്ത് ചെയ്യും, കേൾക്കാനും കാണാനും ഇഷ്ട. സുമി പ്രഷ്യസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്കിപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് മുത്തേ. സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കണ്ടല്ലോ, താങ്ക് യു സോ മച്ച്. ഇന്നിപ്പോ ഭയങ്കരമായിട്ട് ഞാൻ വീഡിയോ നീട്ടുന്നില്ല. അപ്പൊ അതിന്റെ ആ ഒരു സന്തോഷമാണ്. ആദ്യമായിട്ട് എന്നെ കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പോ അത് നല്ല പോലെ സക്സസ് ആയി. അതിന്റെ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ആവശ്യമുണ്ട്. മറക്കാതെ എല്ലാവരും എൻ്റെ ഷോർട്സ് ആയാലും വീഡിയോസ് ആയാലും കണ്ട് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളാണ് എൻ്റെ എനർജി. അപ്പൊ ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോസിൽ ഒരു മമ്മീനെ കാണാറില്ലേ, ആ മമ്മീനെയും ഡാഡീനെയും കാണാൻ വേണ്ടി പോവാ. അവർ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ അവരെ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ അവരെ ആയിട്ടുള്ള കൂടെയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വീണ്ടും ഷോർട്സ് ഒക്കെ ഇടാം കേട്ടോ. പോയിട്ട് വരാം. അത് എൻ്റെ ഫ്രണ്ട് ക്രിസ്റ്റോയുടെ മമ്മിയാണ് കേട്ടോ. കുറെ പേര് അങ്ങനെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ മമ്മിയാണോ എന്നുള്ളത്. ബയോളജിക്കലി എൻ്റെ മമ്മിയല്ല. എൻ്റെ അമ്മയുടെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാലോ. ഇത് എൻ്റെ സുഹൃത്തിൻ്റെ മമ്മിയാണ്. അപ്പൊ ഞാൻ അവരെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ.